ഡേയ്സ് ഓഫ് ഓണം. ഓണത്തിന് 2 ദിവസം കൂടി. അപ്പം നമുക്ക് 2 റെസിപ്പി ഉണ്ടാക്കിയാലോ. പഴപ്പുളിശ്ശേരിയും മാങ്ങ കിച്ചടിയും. കിച്ചടിക്ക് തൈര് ഞാനിപ്പോൾ ചേർക്കത്തില്ല. രണ്ടും നേരത്തെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികൾ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച അച്ചാറുകളാട്ടോ. മാങ്ങ, ഗ്രീൻ ചില്ലി, കറിവേപ്പില എല്ലാം എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ അരിയുക. യൂഷ്വലി സ്ക്വയറിലാണ് അരിയുന്നത്. പ്രാവശ്യം നീളത്തിൽ കട്ട് ചെയ്തു. ഇതാണ് പൊടികൾ. കടുക് വറക്കാൻ ആദ്യം കടുക്, മുളക്, ഗ്രീൻ ചില്ലി, കറിവേപ്പൊക്കെ ഇട്ട് ഒന്ന് വറുത്ത ശേഷം ഉലുവാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ശേഷം കായം, കാശ്മീരി ചില്ലി, ടർമറിക് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി വറുത്ത ശേഷം അരിഞ്ഞു വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് സാൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ചാൽ ഓണാകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പഴപ്പുളിശ്ശേരി. അതിനുവേണ്ടി ഏത്തപ്പഴം, ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ എടുത്ത് ഏത്തപ്പഴം ഇതേപോലെ അരിയണം കേട്ടോ. ഗ്രീൻ ചില്ലി സ്ലിറ്റൊക്കെ ഇട്ടു. ഇത് കടുക് വറക്കാൻ കട്ടിയുള്ള തൈരിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഉടച്ചെടുക്കണം കേട്ടോ. ഇത് അരയ്ക്കാനുള്ളത് ടർമറിക് പൗഡർ കുക്ക് ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. ആദ്യം പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി കറി ലീഫ്, ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ട് അതിലേക്ക് ടർമറിക് പൗഡർ ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴവും ഗ്രീൻ ചില്ലി, കറി ലീഫ്, ടർമറിക് പൗഡറൊക്കെ വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കും. ഈ സമയത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സാൾട്ടും മധുരവും ചേർക്കണം കേട്ടോ. ഷുഗറും ചേർക്കണം. രണ്ടും കൂടെ ചേർത്ത് കുക്ക് ചെയ്ത് പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പും അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടെ കുക്ക് ചെയ്യുക. അരപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടും കഷ്ണങ്ങളൊന്നും ഉടയാതിരിപ്പുണ്ട്. ഇതേപോലെ കഷ്ണങ്ങളാക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഉടച്ച് വെച്ച് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കില്ല കേട്ടോ. ഫ്ലെയിം കുറച്ച് 2-3 മിനിറ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് കടുക്, മുളക്, ഉലുവയൊക്കെ വറുത്ത് കറി ലീഫൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി വറുത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഴപ്പുളിശ്ശേരി റെഡി. അടിപൊളി റെസിപ്പി കേട്ടോ. മാങ്ങ കിച്ചടിയും പഴപ്പുളിശ്ശേരിയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കൊതിയായിട്ടോ. കുറച്ച് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് റൈസൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പുളിയിഞ്ചിയൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് തുടച്ച ബോട്ടിലോട്ട് ഒഴിച്ചു വെച്ചു. ഓണമാകുമ്പോഴത്തേന് സദ്യക്കെടുക്കാം. മാങ്ങാപ്പച്ചി ഓണത്തിൻ്റെ ഒന്ന് തൈരെടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ പിക്കിള് പുളിശ്ശേരിയൊക്കെ റെഡി.